നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മഞ്ജു മാധവനുടനെ സ്റ്റേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദിസ് ഈസ് എ സെക്കൻഡ് കോൾ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. വാ അച്ഛനെ, വാ അച്ഛനെ വിളിക്കട്ടെ. മഹിമ വാ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ചേച്ചി കൊണ്ട് പാടാൻ പറ്റും. ഞാൻ വീഡിയോ എടുത്ത് അച്ഛനെ കാണിച്ചു കൊടുത്തോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞ്. ചേച്ചി ഫൈനൽ കോൾ ടെസ്റ്റ് നമ്പർ 121. മഞ്ജു മാധവൻ ഡിസ്ക്വാളിഫൈഡ്. കോളേജിലെ വാനമ്പാടി എന്ന വിചാരം. നമ്മുടെ കോളേജിന്റെ പേര് കളയും. വലിയ ഗാനഭൂഷണമെന്ന വിചാരം. വലിയ ഗായികയെന്ന വിചാരം. ആൾക്കൂട്ടം കണ്ട അപ്പൊ പേടിച്ചോടും. എന്തിനാ ഇങ്ങനെ കളിയാക്കുന്നേ? എല്ലാരും പോയി. വേണ്ട മോളെ, ഞാനിവിടെ കാണിച്ച കോമാളിത്തരം കണ്ട ആരായാലും ചിരിച്ചു പോകും. സ്റ്റേജിൽ കയറാൻ പേടിക്കുന്ന ലോകത്തെ ആദ്യത്തെ ആളൊന്നും അല്ല ചേച്ചി. ഇത്ര കളിയാക്കാനായിട്ട് ഒന്നുമില്ല. ചേച്ചി വിഷമിക്കണ്ട. എനിക്കിതൊക്കെ ശീലമായി മോളെ. എന്റെ വിഷമം അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ടാ ഞാൻ സ്റ്റേജിൽ കയറി പാടുമെന്ന് അച്ഛൻ ഒരുപാട് പ്രതീക്ഷിച്ചതാ. ഇത്രയും ചെറിയൊരു കാര്യം പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കാരണം അച്ഛന് സങ്കടവും. സങ്കടം ആവട്ടെ. ചേച്ചി ഇവിടെ സ്റ്റേജിൽ കയറാൻ ഏൽപ്പിച്ചിട്ട് അച്ഛൻ നൈസായിട്ട് മുങ്ങിയില്ലേ? അച്ഛന് സ്റ്റേഷനിൽ എന്തെങ്കിലും തിരക്ക് വന്ന് കാണും മോളെ. തിരക്ക് വന്നെങ്കിൽ എന്താ? മക്കളെക്കാൾ വലുതല്ല ഒന്നും. ചേച്ചി പാടുന്നില്ലെന്ന് പറഞ്ഞതല്ലേ? അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രല്ലേ ചേച്ചി സമ്മതിച്ചത്. ചേച്ചി പാടുമ്പോ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് വാക്ക് പറഞ്ഞിട്ട് അവസാന നിമിഷം കാല് മാറി. എന്നാ വരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടെ?
ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുത്തൂടെ? ഞാൻ എത്ര തവണ വിളിച്ചു. അപ്പോ നീയല്ലേ പറഞ്ഞത് അച്ഛൻ നിന്നെ വിളിച്ചോന്ന്? അത് ഞാൻ ചേച്ചിക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. മഹിമ, ഞാനത് പറഞ്ഞതുകൊണ്ടാ ചേച്ചി കുറച്ചെങ്കിലും ധൈര്യം കാണിച്ചത്. ഇല്ലെങ്കിൽ ബോധം കെട്ട് വീണേനെ. അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാ ചേച്ചി കൂടുതൽ ടെൻഷൻ അടിക്കല്ലേ ഉള്ളൂ. എന്തൊക്കെ കാരണം പറഞ്ഞാലും അച്ഛൻ വിളിച്ചു നീ നുണ പറയാൻ പാടില്ലായിരുന്നു. വന്നപ്പോ മുതൽ അച്ഛൻ എന്തോ പറ്റിയതായി എനിക്ക് തോന്നിയിരുന്നു. ആ വിഗ്രഹം വീണതുകൊണ്ടാണോ? ചേച്ചിക്ക് അത് വിടാറായില്ലേ? സ്റ്റേഷനിൽ ആരെങ്കിലും വല്ല പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടാവും. അച്ഛന്റെ സ്വഭാവം വെച്ച് ചാടി കയറി ഏറ്റിട്ടുണ്ടാവും. അതിന്റെ പുറകെ പോയപ്പോ നമ്മളെ പറ്റി മറന്നു കാണും. അച്ഛൻ നമ്മുടെ കാര്യം അങ്ങനെയൊന്നും മറക്കില്ല മോളെ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്തായാലും ഇവിടെ വന്നേനെ. ചേച്ചിക്ക് അച്ഛനെ നന്നായിട്ട് അറിയില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ അച്ഛൻ എന്തോ ഉള്ളൂ. അച്ഛൻ വീട്ടിലേക്ക് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊന്നും പറയരുത് മഹിമേ. അച്ഛൻ ഇങ്ങോട്ട് വരാത്തതിന് നല്ല കാരണം എന്തെങ്കിലും ഉണ്ടാവും. നമുക്ക് എന്തായാലും പോവാം, ഇല്ലെങ്കിൽ ലാസ്റ്റ് ബസ് മിസ്സാവും. അച്ഛന്റെ കാര്യം നമുക്ക് വീട്ടിലെത്തിയിട്ട് തീരുമാനിക്കാം. ചേച്ചി വാ. ചേച്ചി ആ ഇതാ വരുവാ. നിങ്ങൾ പോയിക്കോ. മോനെ ഗിരി, ആകെ പ്രശ്നമായടാ. നീ വേഗം നമ്മുടെ ഗോഡൗണിലേക്ക് വാ, ഞാനിവിടെ ഉണ്ടാ. എന്താ ഗോപാൽജി? മോനെ ഗിരി, എല്ലാം പോയടാ. എന്താ ഉണ്ടായത്? നീ സംസാരിച്ചിട്ടും മാധവൻ വഴിക്ക് വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനവനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നു. സഞ്ജയെ വെറുതെ ഇവിടെ ഞാൻ അയാളെ കാല് പിടിച്ചു പറഞ്ഞു നോക്കി, പക്ഷെ അയാൾ സമ്മതിച്ചില്ല. കോടതി വെറുതെ വിട്ടാ എൻ്റെ മോനെ സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് അവൻ പറഞ്ഞു. ഇതുപോലെ തന്നെയല്ലേ നിന്റെ അച്ഛനെ, എന്റെ ശങ്കരനെ അവൻ കൊന്നത്. അതിനെക്കുറിച്ച് ഓർത്തപ്പോ പെട്ടെന്ന് തന്നെ നിയന്ത്രണം വിട്ടുപോയി. ഞാൻ എന്ത് ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്താ ഗോപാൽജി സംഭവിച്ചത്?